ഹായ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. സുഖമായിട്ടിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നു മുതൽ ജിഫ്ന നിസാർ എഴുതുന്ന ഒരുപാട് മനോഹരമായ സൂപ്പർ ഹിറ്റായ കഥകൾ നമുക്ക് സമ്മാനിച്ച ജിഫ്ന നിസാർ എഴുതുന്ന പ്രിയ പ്രാണനെ എന്ന പുതിയ കഥ ആരംഭിക്കുകയാണ്. മനോഹരമായ കഥയാണ്. തുടക്കം മുതൽ കേൾക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. വെബ്സൈറ്റ് സന്ദർശിക്കുക. ട്രെയിലറുകൾക്കും നിങ്ങൾ കേൾക്കാത്ത കഥകൾക്കും. ഒപ്പം നമ്മുടെ പുതിയ ആപ്പ് ഉടൻ തന്നെ ലോഞ്ച് ആവുന്നുണ്ട്. കഥകളെല്ലാം നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്തുന്ന വിധത്തിൽ ക്രമീകരിക്കുന്നതാണ്. നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് കഥയിലേക്ക്. പ്രിയ പ്രാണനെ. രചന ജിഫ്ന നിസാർ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എൻ നൂഞ്ഞേരി. കുളിച്ചിറങ്ങി വരുന്ന തനിക്ക് മുമ്പിൽ നിന്നെന്തോ ധൃതിയിൽ കുളിമുറിയുടെ പിന്നിലൂടെയുള്ള വയൽവരമ്പിലേക്കുള്ള വഴിയിലൂടെ ഓടിയിറങ്ങിപ്പോയത് പ്രിയ വ്യക്തമായും കണ്ടിരുന്നു. വേഗത്തിൽ അവൾ ആ വഴിയുടെ നേരെ ഓടിയിറങ്ങിച്ചെന്നു. അതെ, അയാൾ തന്നെ. അവളുടെ പല്ലുകൾ ഞെരിഞ്ഞു. വൃത്തിയിട്ടവൻ. ദേഷ്യം കൊണ്ട് അവൾ ചുവന്നു പോയിരുന്നു. എന്താ മോളെ നോക്കുന്നേ? കൈയുള്ള പാത്രത്തിൽ നിന്നെന്തോ മുറ്റത്തേക്ക് ഒഴിച്ചുകൊണ്ട് പിന്നിൽ നിന്നും സുജ ചോദിക്കുമ്പോൾ അവളും തിരിഞ്ഞു നോക്കി. എന്താടി? ആ മുഖം കണ്ടതും സുജ വീണ്ടും ചോദിച്ചു. എന്താവൻ? പതിവ് കലാപരിയുടെ തന്നെ ഒളിഞ്ഞോട്ടം. പ്രിയപ്പെട്ട മരുമോൻ. ദേഷ്യത്തോടെ പ്രിയ പറഞ്ഞു. സുജ ആദിയോടെ ചുറ്റും നോക്കി. അടുത്തടുത്താണ് വീടുകൾ. ആറുവല്ലം കേൾക്കുമോ എന്നാണ് ആ നോട്ടത്തിലുള്ളത്. പ്രിയക്കത് മനസ്സിലായി. പിന്നെ അല്ലെങ്കിൽ ആർക്കും അറിയില്ലല്ലോ ഇതിനുള്ളിൽ നടക്കുന്നു. അവരാരും ചെയ്യോട്ടന്മാരല്ല, കണ്ണു നല്ലപോലെ കാണും. ചുണ്ടുകൊട്ടി പറഞ്ഞുകൊണ്ട് പ്രിയ കയ്യിലുള്ള അലക്കിയ തുണികൾ അഴയിൽ വിരിച്ചുകൊണ്ട് ഉറക്കെ തന്നെ പറഞ്ഞു. ആര് കേട്ടാലും പ്രശ്നമില്ലടി, പക്ഷെ അകത്തൊരുത്തി ഇതെല്ലാം കേട്ട് വേദനിച്ച് കിടപ്പുണ്ടെന്ന് നിനക്കും അറിയാലോ. അതിനോർത്തെങ്കിലും നീ. പൊട്ടി വന്ന കരച്ചിൽ തോളിൽ കിടന്ന തോർത്തുകൊണ്ട് അടക്കി പിടിച്ചിട്ട് സുജാകത്തേക്ക് കയറിപ്പോയി. കയ്യിലുള്ള മുഴുവൻ ചിക്കി കഴിഞ്ഞ് വീണ്ടും അവൾ ആ വയൽവരമ്പിലേക്ക് നോക്കി. അപ്പോഴേക്കും ദേഷ്യം അവളുടെ പിടിവിട്ട് പോകുന്നുണ്ടായിരുന്നു. എല്ലാത്തിനെയും ഓർത്തിട്ട് തന്നെയാ, ഒറ്റക്കുത്തിന് കുടലെടുക്കാൻ എനിക്ക് അറിയാനിട്ടല്ല, അവൾ സ്വയം പറഞ്ഞുകൊണ്ട് പല്ലുകടിച്ചു. അന്നൊരു വെട്ടിൽ നിന്ന് നീ കഷ്ടിച്ച് രക്ഷപ്പെട്ടു. പക്ഷെ ഇനി എൻ്റെ കൈ കിട്ടിയ അന്നത്തോടെ നിന്റെ സൂക്കേട് ഞാൻ തീർത്തിരുന്നുണ്ട്. നീണ്ടു കിടക്കുന്ന ആ വഴിയിലേക്ക് നോക്കി അവൾ പിറുപിറുത്തു. അനൂപ് അവളുടെ മൂത്ത ചേച്ചി പത്മജയുടെ ഭർത്താവാണ്. ചിറ്റയടുത്ത ചന്ദ്രദാസിനും ഭാര്യ സുജയ്ക്കും 3 പെൺകുട്ടികളാണ്. പത്മജ, മാളവിക, കൃഷ്ണപ്രിയ. ബസ് ഡ്രൈവറായിരുന്ന ചന്ദ്രദാസ് തന്നെ കൊണ്ടാവുന്ന പോലെ സ്വർഗമായി കൊണ്ടുനടന്നിരുന്ന കുടുംബത്തിന്റെ താളം പിഴച്ചുപോയത് മൂത്ത 2 പെൺകുട്ടികളുടെ വിവാഹത്തോടെയായിരുന്നു. +2 കഴിഞ്ഞോടെ പഠനം തനിക്ക് പറ്റിയ പണിയില്ലെന്ന് മനസ്സിലായതും തയ്യൽ പഠിച്ചെടുത്ത് സ്വന്തമായി ചെറിയൊരു കടയൊക്കെ ഇട്ട് പത്മ ചെറിയൊരു വരുമാനമാർഗം സ്വീകരിച്ചപ്പോൾ മാളവിക ഡിഗ്രിക്ക് പോവാതെ പ്രൈവറ്റായി കമ്പ്യൂട്ടർ കോഴ്സിന് ചേർന്നിട്ട് അവളും ചെറിയൊരു ജോലി സമ്പാദിച്ചു. വലുതായി പഠിപ്പിക്കാൻ അച്ഛനെ കൊണ്ടാവില്ലെന്ന് അവരും മനസ്സിലാക്കിയിരുന്നു. 1 വയസ്സിന്റെ വ്യത്യാസം മാത്രമുള്ള പത്മയ്ക്കും മാളവികയ്ക്കും ചന്ദ്രദാസ് ഒരുമിച്ചാണ് വിവാഹം നോക്കിയത്. പക്ഷേ വിവാഹത്തിന്റെ അന്ന് രാവിലെ മാളവിക അവൾക്ക് ഇഷ്ടപ്പെട്ടവന്റെ കൂടെ ഇറങ്ങിപ്പോകുമ്പോൾ ആ കുടുംബം മൊത്തത്തിൽ അടിവേരിളകി പോയിരുന്നു. അന്നുവരെയും ചിറ്റയടത്തെക്കുറിച്ച് നല്ല മാത്രം പറഞ്ഞവർ അന്ന് പറഞ്ഞു കൂട്ടിയത് മുഴുവനും വളർത്തുദോഷത്തിന്റെ കഥയായിരുന്നു. മാളുവിന്റെ പൂർണ്ണ ഇഷ്ടത്തോടെ തന്നെയാണ് ചന്ദ്രദാസ് ആ വിവാഹം ഉറപ്പിച്ചതെന്ന് അവർക്കെല്ലാം അറിയാം. എന്നിട്ടും അന്ന് അവൾ ഇറങ്ങിപ്പോകും വരെയും അങ്ങനെ ഒരു ഇഷ്ടം അവൾക്കുണ്ടായിരുന്നു എന്നത് അവർക്ക് അറിയാൻ കഴിഞ്ഞില്ല. ചേരിയിൽ താമസിക്കുന്ന ദീപുവിനെ വീട്ടുകാർ ഒരിക്കലും അംഗീകരിക്കില്ലെന്ന് അവളും കരുതിയിരിക്കാം. പക്ഷെ ആ സംഭവത്തോടെ വെട്ടിലായി പോയത് പത്മയാണ്. മാളുവിന് വിവാഹം ഉറപ്പിച്ച പയ്യനും കൂട്ടിനും കുറേയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെങ്കിലും കല്യാണം കഴിഞ്ഞിട്ട് ഇറങ്ങിപ്പോയി. കൂടുതൽ നാണം കെടുത്തില്ലല്ലോ എന്ന് ആശ്വസിച്ചുകൊണ്ട് ഇറങ്ങിപ്പോയി. പക്ഷേ ഇതുപോലെ നാണം കെട്ട കുടുംബത്തിൽ നിന്നും ഒരു ബന്ധനി വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പത്മയുടെ പ്രതിശ്രുതവരനും കൂട്ടിനും കൂടി പന്തൽ വിട്ടിറങ്ങിപ്പോയതോടെ അവരെല്ലാം തീർത്തും തകർന്നുപോയിരുന്നു. അടിമുടി വിളഞ്ഞുപോയ അവൾക്ക് മുന്നിലേക്ക് ദൈവദൂതനെ പോലെ വന്നവനാണ് ഈ പറഞ്ഞ പ്രസ്തുത അനൂപ്. അമ്മയും ഒരു പെങ്ങളും കൂടി അവനൊപ്പം സന്മനസ് കാണിച്ചതോടെ ചന്ദ്രദാസ് ഒരു തീരുമാനമെടുക്കാൻ കഴിയാതെ വലഞ്ഞുപോയി. അനൂപിനെ അറിയില്ലെങ്കിലും ആ ഇച്ചിരി നേരം കൊണ്ട് ചെറിയൊരു അന്വേഷണം നടത്തി. മോശമായി ഒന്നും കേട്ടതുമില്ല. അന്ന് എവരെയും ചിറ്റയെടുത്ത കുട്ടികൾ നല്ലവരായിരുന്നു നാട്ടുകാർക്ക് മുമ്പിൽ. പക്ഷേ മാളവിക എന്നൊരു മകൾ പേരുദോഷമുണ്ടാക്കിക്കൊണ്ട് തന്നെ മുടങ്ങിപ്പോയ യുവാത്തോടെ മകളുടെ ഭാവി ഇരുളടഞ്ഞു പോകുമോ എന്നാൽ ശരിക്കും ഭയന്നു പോയിരുന്നു. ഏറെ നേരത്തെ ആലോചനയ്ക്ക് സമയമില്ലെന്നതും മുഹൂർത്തം കഴിയുമെന്നുള്ള വെല്ലുവിളി ഉയർത്തിയതുകൊണ്ട് ആ ഇത്തിരി നേരത്തെ പരിചയം മാത്രമുണ്ടായിരുന്ന അനൂപ് പത്മയുടെ പാതിയായി. ജീവിതത്തിലെ ഏറ്റവും വൃത്തിയിട്ട ഒരു തീരുമാനമായിരുന്നതെന്ന് അവരപ്പോൾ അറിഞ്ഞതുമില്ല. മാളവിക എന്നൊരു മകളിൽ എന്നൊക്കെ പറയുമെങ്കിലും അവളെക്കുറിച്ചുള്ള ഓർമ്മയാളെ ഏറെ നോവിക്കുന്നുണ്ടെന്ന് സുജയ്ക്കും പ്രിയക്കും അറിയാമായിരുന്നു. അതിനിടയിലാണ് അനൂപിന്റെ ദുശീലങ്ങളെക്കുറിച്ച് പത്മ അറിയിക്കുന്നത്. ഏറെ സഹിച്ചിട്ടും പിന്നെയും വേദനിക്കാൻ വയ്യാതായപ്പോഴാണ് അവളത് വീട്ടിൽ അറിയിച്ചത് തന്നെ. പണ്ടേ മനസ്സിൽ എത്ര സങ്കടമുണ്ടായാലും അതെല്ലാം ഉള്ളിലൊതുക്കി ശീലിച്ച അവൾക്ക് പോലും സഹിക്കാൻ വയ്യാത്തത്രയും ഭീകരമായിരുന്നു അനൂപിന്റെ പീഡനങ്ങൾ. വിവാഹത്തോടെ വന്നുപോയ കടങ്ങളും മൂത്ത മകളുടെ വിവാഹ ജീവിതത്തിലെ തകർച്ചയും മാളവികയുടെ വിവരം പിന്നീടൊന്നും അറിയാത്തതുമെല്ലാം കൂടി സഹിക്കാൻ ചന്ദ്രദാസ് എന്ന സാധു മനുഷ്യന് ശക്തിയുണ്ടായിരുന്നില്ല. 21 വയസ്സ് മുതൽ വളയം പിടിച്ച ആ ബസ്സിനുള്ളിൽ തന്നെ ഹൃദയം നിലച്ച് വീണുകൊണ്ട് അയാൾ ഈ ലോകത്തോട് വിട പറഞ്ഞു. അയാളുടെ ശരീരം കാണാൻ പോലും മാളവിക വന്നിരുന്നില്ല. അവൾ എവിടെ പോയെന്ന് ആർക്കും അറിയുകയുമില്ല. ആ വിയോഗത്തിന്റെ ആഘാതം മാറും മുന്നേ സ്വന്തം അമ്മയെയും പെങ്ങളെയും തനിച്ചാക്കി
അനൂപ് ഭാര്യ വീട്ടുകാരെ സംരക്ഷണം കൊടുക്കാൻ ചിറ്റടുത്തേക്ക് താമസം മാറുമ്പോൾ ഉദ്ദേശം വേറെ പലതുമായിരുന്നു. അവന്റെ ചെയ്തികൾ കൊണ്ട് മനമെടുത്ത് അവന്റെ അമ്മയും പെങ്ങളും ആശ്വാസം കൊണ്ടപ്പോൾ സുജയുടെയും പത്മയുടെയും പ്രിയയുടെയും ദുരിതം അവിടെ തുടങ്ങിയിരുന്നു. പ്രിയ എന്ന ഡിഗ്രി വിദ്യാർത്ഥിനിയായിരുന്നു. അനൂപൊന്നും കൊണ്ടുവന്നിട്ട് കുടുംബം മുന്നോട്ട് പോയില്ലെന്ന് മനസ്സിലായതും പ്രിയ ചെറിയ ജോലിക്കായി ശ്രമിച്ചുകൊണ്ടിരുന്നു. തുടക്കത്തിൽ വലിയൊരു കുഴപ്പമൊന്നുമില്ലാതെ മുന്നോട്ട് പോയെങ്കിലും പതിയെ അനൂപ് അവന്റെ തനി സ്വരൂപം കാണിച്ചു തുടങ്ങി. ഒരിക്കൽ പ്രിയ പിന്നിലൂടെ കയറി പിടിക്കാൻ ശ്രമിച്ചവനെ തടയാൻ നോക്കിയ പത്മയെ അവൻ നടുവിന് ചവിട്ടി വീഴ്ത്തി. അതോടെ അവൾ അരക്ക് കീഴെ തളർന്നുപോയി കട്ടിലിൽ ഒതുങ്ങിക്കൂടി. നല്ലൊരു ചികിത്സ കൊടുത്താൽ അവൾ എഴുന്നേൽക്കുമെന്നറിഞ്ഞിട്ടും അവൻ അതിനൊന്നും ശ്രമിച്ചില്ല. കരഞ്ഞ് കാല് പിടിച്ചുകൊണ്ട് സുജ പറഞ്ഞിട്ടും പ്രത്യുപകാരമായി അവൻ ആവശ്യപ്പെട്ടത് പ്രിയ കൂടി അവന്റെ ഭാര്യയാവുക എന്നതായിരുന്നു. അതോടെ വേദനയോടെയാണെങ്കിലും അവരത് പറയുന്നത് നിർത്തി. ഉണ്ടായിരുന്ന ചെറിയ വീട് പോലും ജപ്തി ഭീഷണി നേരിടുന്ന സാഹചര്യത്തിൽ മറ്റൊന്നും ചെയ്യാൻ അവർക്കും കഴിയില്ലായിരുന്നു. ഇതുകൊണ്ടൊന്നും അനൂപ് അവന്റെ തരികിട പരിപാടികൾ നിർത്തിയില്ല. പലവട്ടം പ്രിയ പോലീസിൽ അറിയിച്ചുവെങ്കിലും അവൾ ഒറ്റക്കാണെന്ന് മനസ്സിലായതോടെ പോലീസുകാർക്കും വലിയ താല്പര്യമില്ലായിരുന്നു. എത്രയൊക്കെ സൂക്ഷിച്ച് നടന്നിട്ടും ഒരിക്കൽ കൂടി തന്നെ കയറി പിടിക്കാൻ ശ്രമിച്ചവനെ പ്രിയ വാക്കത്തി കൊണ്ട് വെട്ടിയതിൽ നിന്നും കഷ്ടിച്ച് രക്ഷപ്പെട്ടതോടെ നേരിട്ടൊരു ആക്രമണത്തിന് പിന്നെ മുതിർന്നില്ലെങ്കിലും അവളോടുള്ള ദേഷ്യം പത്മയോട് തീർക്കും. കിടക്കയിലും വീൽ ചെയറിലും ഒതുങ്ങിപ്പോയ അവളെ അവനെ കൊണ്ടാവുന്ന പോലെയൊക്കെ ഉപദ്രവിച്ചുകൊണ്ട് കലി തീർക്കും. രണ്ടു മക്കളുടെയും ജീവനെടുക്കുന്ന ഒരു ഭീഷണിയിൽ സുജയെ നിശബ്ദയാക്കുമ്പോൾ പിശാചിന്റെ മനസ്സുള്ള അവന് അവർക്കും ഭയമായിരുന്നു. പ്രിയ വീട്ടിലാത്ത നേരത്തെ മാത്രമാണ് അവന്റെ പേക്കൂത്ത് മുഴുവനും. നേർക്കുനേർ അവളോട് മുട്ടാൻ ധൈര്യമില്ലെങ്കിലും അവളുടെ ജോലി സ്ഥലത്തേക്ക് കുടിച്ചുകൊണ്ടുപോയി പ്രശ്നമുണ്ടാക്കുക എന്നത് അവന്റെ ഇഷ്ട വിനോദമായിരുന്നു. അവന്റെ ശല്യം സഹിക്കാൻ വയ്യാതെ അവളെ പിരിച്ചുവിട്ട ജോലികൾ നിരവധിയാണ്. ഒടുവിൽ അവളുടെ അവസ്ഥ അറിഞ്ഞിട്ടാണ് അന്നാട്ടിലെ പഴയ തറവാട്ടുകാരായ മാധവ മാഷ് അയാളുടെ സ്കൂളിൽ അവൾക്കൊരു ജോലി എടുക്കുന്നത്. കുഞ്ഞിലെ മുതൽ സംഗീതം പഠിച്ചുകൊണ്ട് ആ സ്കൂളിലെ മ്യൂസിക് അധ്യാപികയായി അദ്ദേഹം അവളവിടെ നിയമിച്ചു. അവിടേക്ക് മാത്രം അനൂപ് ഇതുവരെയും ചെന്നിട്ടില്ല. മാധവ മാഷിനോട് കളിച്ചാൽ അദ്ദേഹം കളി പഠിപ്പിക്കുന്ന അവന് നന്നായിട്ടറിയാം. പ്രായം തളർത്താത്ത അയാളുടെ ഓരോ നോട്ടം പോലും ബഹുമാനം അർഹിക്കുന്നതാണ്. അന്നാട്ടുകാർക്ക് അത്രമാത്രം പ്രിയപ്പെട്ട മാഷിനോട് ഏറ്റുമുട്ടാൻ ഭയമാണെന്നൊരൊറ്റ കാരണം കൊണ്ട് തന്നെ പ്രിയ അവിടെ ജോലി കയറിയിട്ട് 1 വർഷം പൂർത്തിയായി. പ്രിയെ അകത്തുനിന്ന് സുജ വിളിക്കുമ്പോൾ ഒരു ദീർഘനിശ്വാസത്തോടെ പ്രിയ തിരിഞ്ഞടന്നു. എനിക്കിച്ചിരി നേരത്തെ പോണെന്ന്. അടുക്കള വാതിൽ കടന്ന് അകത്തേക്ക് നടക്കുമ്പോൾ പാത്രം കഴുകിക്കൊണ്ട് നിൽക്കുന്ന സുജയോട് പ്രിയ പറഞ്ഞു. എന്തേന്ന് സുജ ചോദിച്ചെങ്കിലും അവളൊന്നും മിണ്ടാതെ കല്ലിച്ച മുഖത്തോട് അകത്തേക്ക് കയറിപ്പോയി. ഹാളിൽ നിന്ന് തുറക്കാവുന്ന ഒരു മുറിയിലേക്ക് കയറി ചെന്നു. ചേച്ചി എഴുന്നേറ്റില്ലേ? ജനാല കൊളുത്ത് നീക്കി തുറന്നുകൊണ്ട് അവൾ ചോദിച്ചു. പിന്നെ ചുവരോട് ചേർത്തിരിക്കുന്ന കട്ടിലിൽ നിന്ന് ആവശ്യം നിറഞ്ഞ സ്വരം. പിടിച്ചെഴുന്നേൽക്കാൻ പാത്തിന് മുകളിൽ നിന്നൊരു കയറ് നീട്ടിയിട്ടിരുന്നു. അതിൽ മുറുകെ പിടിച്ചുകൊണ്ട് പത്മ എഴുന്നേറ്റിരുന്നു. ഇന്നും പാതി പറഞ്ഞുകൊണ്ട് പത്മ വേദനയോടെ പ്രിയയെ നോക്കി. അതൊന്ന് സാനലേച്ചി, എൻ്റെ കൈ കിട്ടും ഒരു ദിവസം. പ്രിയ കണ്ണ് ചിമ്മിക്കൊണ്ട് മുറിയിലെ തോർത്ത് അഴിച്ചു മാറ്റി. ഇന്നെന്താ നേരത്തെ? പത്മ അവളെ നോക്കി ചോദിച്ചു. ഇന്നൊരാൾക്ക് അപ്പോയിൻമെൻ്റ് കൊടുത്തിട്ട് കാണാൻ. അത് പറയുമ്പോൾ വീണ്ടും അവളുടെ മുഖം കടുത്തുപോയി. അപ്പോയിൻമെൻറ്റോ? ആർക്ക്? പത്മ മനസ്സിലാവാത്ത പോലെ നെറ്റി വിളിച്ചുകൊണ്ട് ചോദിച്ചു. അതൊക്കെയുണ്ട്, എല്ലാം ഞാൻ വന്നിട്ട് പറയാം. അത് പറഞ്ഞിട്ട് കൂടുതലൊന്നും ചോദിക്കാൻ അവസരം കൊടുക്കാതെ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയി. പ്രിയക്ക് സങ്കടമൊന്നുമില്ലല്ലോ? രാജീവിന്റെ ചോദ്യം കേട്ടവളൊന്ന് ചിരിച്ചു. എന്നിട്ടില്ലെന്ന് തലയാട്ടി കാണിച്ചു. ഒരേ സ്കൂളിൽ ജോലി ചെയ്യുന്നതിനിടെ 1 വർഷത്തോളം അയാൾക്ക് തന്നോട് തോന്നിയ പ്രണയം, അത് വീട്ടുകാരുടെ അനുവാദത്തോടെ ഒരു മോതിരമിട്ട് ഉറപ്പിച്ചതിന് ശേഷം അപ്രതീക്ഷിതമായി തൻ്റെ ജീവിതത്തിൽ വന്നൊരു ഗതിമാറ്റം. തൻ്റെ കൂടെ ഇനി നിന്ന സ്വന്തം സമ്പാദ്യം കൂടി നഷ്ടപ്പെടുമെന്ന് പേടിച്ചിട്ട് അമ്മയ്ക്ക് എന്തോ ഇഷ്ടക്കേട്. അതുകൊണ്ട് നമുക്ക് തുടരാൻ കഴിയില്ല പ്രിയ. ഒറ്റ ദിവസത്തേക്കൊന്നുമല്ലല്ലോ എന്നൊരു മുടന്ത ന്യായം പറയാൻ വിളിച്ചു വരുത്തിയവനാണ്. അവനെയാണ് ചോദ്യം, പ്രിയക്ക് സങ്കടമില്ലല്ലോ എന്ന്. ഇതിനേക്കാൾ വലിയ പ്രശ്നങ്ങൾ തലക്കുമുകളിൽ തൂങ്ങിയായിരുന്ന പ്രിയക്ക് ഇനി ഇതൊക്കെ എന്തോന്ന് സങ്കടം മിസ്റ്റർ രാജീവ്. ചുണ്ടിലൂറിയ പുച്ഛത്തോടെ അവൾ ഓർത്തു. അപ്പോൾ ശരിയെന്നാ പ്രിയേ, ഞാൻ പോട്ടെ, ഇപ്പം തന്നെ വൈകി. മണിക്കൂറുകളോളം തൻ്റെ ഒരു നോട്ടം കിട്ടാൻ വേണ്ടി കാത്തുന്നവൻ്റെ അന്നത്തെ ധൃതി അവളെ ചിരിപ്പിക്കുക തന്നെ ചെയ്തു. രാജീവ് ഒന്ന് നിന്നേ. അവളുടെ ചിരിക്കുമ്പിൽ പിടിച്ചെടുക്കാൻ വയ്യുന്ന പോലെ ഓടി രക്ഷപ്പെട്ടു പോകുന്ന രാജീവ് പ്രിയ പിന്നിൽ നിന്ന് വിളിച്ചോ ഞെട്ടിക്കൊണ്ട് തിരിഞ്ഞു. പേടിക്കണ്ട, ആ മനസ്സറിഞ്ഞ പോലെ പ്രിയ പറഞ്ഞതും രാജീവ് ഒന്ന് വിളറി. ഒരു കാര്യം പറയാൻ ഇയാൾ മറന്നു. പ്രിയ അവൻ്റെ മുമ്പിൽ കൈകെട്ടി നിന്നു. ഞാനോ? രാജീവ് നെറ്റി വിളിച്ചു. നേരത്തൊരു ചിരിയോടെ പ്രിയ മൂളി. എന്താണ്? പിടിയിട്ട ആ രാജീവ് അവളെ നോക്കി. പ്രിയയ്ക്ക് എന്നേക്കാൾ നല്ലൊരു ചെക്കനെ കിട്ടും. ആ ഡയലോഗ് പറയാൻ രാജീവ് മറന്നു. പ്രിയ ചിരിയോടെ പറഞ്ഞതും മുഖമടിച്ചൊരടി കിട്ടിയതുപോലെ അവൻ നിന്നാടി. അത് പിന്നെ പ്രിയ അമ്മ. ഗുഡ് ബൈ. ഇനി എൻ്റെ ജീവിതത്തിൽ കണ്ടുപോരുത് നിങ്ങളെ. തപ്പി തടഞ്ഞുകൊണ്ട് രാജീവ് എന്തോ പറഞ്ഞു തീർക്കും മുന്നേ കടുപ്പത്തിൽ പറഞ്ഞുകൊണ്ട് പ്രിയ തലയുയർത്തി പിടിച്ചുകൊണ്ട് തന്നെ അവന് മുന്നിലൂടെ നടന്നു പറഞ്ഞു. അച്ഛൻ ഒറ്റയാളാ ഇവനിങ്ങനെ. മാധവൻ ഒറ്റ നോട്ടം കൊണ്ട് തന്നെ മഹാദേവൻ പറയാമെന്ന് പാതിയിൽ നിർത്തി. എന്താടാ നിർത്തിയത്? നീ പറ.
മാധവൻ ഗൗരവത്തോടെ പറഞ്ഞു. MBA ലണ്ടനിൽ നിന്നും പഠിച്ചിറങ്ങിയവൻ വീണ്ടും ഈ ക്യാമറയും തൂക്കി നടക്കുന്നത് അച്ഛന് സപ്പോർട്ട് ചെയ്യാൻ പിന്നിലുണ്ടാകുന്ന ഉറപ്പുള്ളതുകൊണ്ട് തന്നെയാ. ഞാനത് എവിടെയും പറയും. അതിലെവിടെയാ തെറ്റ്? മാധവന്റെ അരികിൽ യാതൊരു കൂസലും കൂടാതെ തലയുർത്തി നിൽക്കുന്ന അയാളുടെ കൊച്ചുമോൻ മഹാദേവന്റെ മകൻ ആദിത്യ മഹാദേവനെ നോക്കിയാണ് അയാൾ അത് പറഞ്ഞത്. ഫോട്ടോഗ്രാഫിൽ എനിക്ക് കൂടുതൽ സ്പെഷ്യലൈസ് ചെയ്ത് പഠിക്കാൻ ആഗ്രഹമുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടും അച്ഛൻ എന്നെ ലണ്ടനിൽ നിർബന്ധിച്ച് പറഞ്ഞു വിട്ടല്ലേ. അച്ഛൻ ആഗ്രഹിച്ച പോലെ നന്നായി പഠിച്ച് ആ ക്യാമ്പസ് ഇന്നോളം കണ്ടതിൽ വെച്ച് ഏറ്റവും ടോപ്പ് സ്കോർ നേടി സർട്ടിഫിക്കറ്റ് കൊണ്ട് തന്നില്ല. ഇനിയെങ്കിലും എന്റെ വഴിക്ക് വിട്ടൂടെ? ദേഷ്യം കൊണ്ട് ആദിത്യന്റെ മുഖം വലിഞ്ഞു മുറുകിയിരുന്നു. മഹാദേവൻ അപ്പോഴും കുറ്റപ്പെടുത്തിക്കൊണ്ട് സ്വന്തം അച്ഛനെയാണ് നോക്കിയത്. മാധവൻ നേരത്തെ ഒരു ചിരിയോടെ കൊച്ചുമാന്റെ കയ്യിൽ പിടിച്ചു. നിന്നെ പോലെ എല്ലാവർക്കും നാടും വീടും ഉപേക്ഷിച്ച് കാശ് മാത്രം മോഹിച്ച് വിദേശത്തേക്ക് പോകാൻ താല്പര്യം ഉണ്ടാവില്ല ദേവാ. പതിയെങ്കിലും ഗാംഭീര്യം നിറഞ്ഞ അയാളുടെ വാക്ക് മഹാദേവന്റെ മുഖം ഞൊടിയുടെ കൊണ്ട് വിളറി. എന്റെയും ദേവകിയുടെയും ഒറ്റ മകനായിരുന്നു നീ ആഗ്രഹിച്ച പോലെ. അന്നത്തെ കാലത്ത് പഠിക്കാൻ ദൂരെ പറഞ്ഞു വിടാൻ ഒട്ടും മനസ്സില്ലാതിരുന്ന നിന്റെ അമ്മയെപ്പോലും പറഞ്ഞ് സമ്മതിപ്പിച്ചുകൊണ്ട് നിന്നെ ഡൽഹിയിലേക്ക് പഠിക്കാൻ ഞാൻ പറഞ്ഞു വിട്ടു. ശരിയല്ലേ? മാധവൻ നേരത്തെ ഒരു ചിരിയോടെയാണ് സംസാരിക്കുന്നത്. അയാളല്ലെങ്കിൽ അങ്ങനെയാണ്. അമിത സ്നേഹപ്രകടനങ്ങളൊന്നും തന്നെ ഉണ്ടാവില്ല. പക്ഷെ അയാളെ സ്നേഹിക്കുന്നവർക്കും അയാളെ സ്നേഹിക്കുന്നവർക്കും ഒരു നോട്ടത്തിലൂടെ ആ സ്നേഹം പകർന്നു കൊടുക്കാൻ കഴിയും. അതുപോലെ തന്നെ ഒറ്റ നോട്ടത്തിലൂടെ ആ മനസ്സിലുള്ള ദേഷ്യവും ഇഷ്ടക്കേടും അതിന്റെ തീവ്രത ഒട്ടും കുറയാതെ തന്നെ മനസ്സിലാക്കി കൊടുക്കാനും കഴിയും. അത് അയാളുടെ കഴിവായിരുന്നു. അതുപോലെയാണ് അച്ഛൻ ഇപ്പോഴത്തെ കാര്യം. ഇവന്റെ ഫ്യൂച്ചർ എനിക്ക് അങ്ങനെ നിസ്സാരാക്കി കളയാൻ കഴിയുമോ? ഇത്രയും കാശ് കൊടുക്കാൻ അവനെ പഠിപ്പിച്ചതേ എനിക്ക് ചില സ്വപ്നങ്ങൾ ഉണ്ടായിട്ട് തന്നെയാ. മഹാദേവന്റെ മുഖം ഇരുണ്ടു പോയിരുന്നത് പറയുമ്പോൾ എനിക്ക് എന്റെ സ്വപ്നങ്ങൾക്ക് ഇമ്പോർട്ടന്റ്. അയാളെ നോക്കാതെ ആദ്യം പറഞ്ഞതും ആ മുഖം കൂടുതൽ കടുത്തുപോയി. മാധവൻ മാഷ അപ്പോഴും ചെറിയൊരു ചിരിയോടെ തലയാട്ടിക്കൊണ്ട് അവരെ നോക്കി. മക്കളെ കുറിച്ച് എല്ലാവർക്കും ഉണ്ടാവും ദേവാ സ്വപ്നങ്ങള്. അതെല്ലാം നടക്കണമെന്ന് മാതാപിതാക്കള് വാശി പിടിക്കാൻ പറ്റുമോ? മാഷി ശാന്തമായി മകനെ നോക്കി ചോദിച്ചു. ആദ്യം പിന്നെ ഒന്നും മിണ്ടാൻ നിൽക്കുകയാണ്. അവനറിയാം താൻ പ്രതികരിച്ചാലും ഇല്ലെങ്കിലും അച്ഛൻ പറയാമെന്ന് പറഞ്ഞിട്ട് പോകുമെന്ന്. അച്ഛൻ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഇക്കാര്യം എനിക്കങ്ങനെ നിസ്സാരായി കാണാൻ കഴിയില്ല. ആദ്യം ഞാൻ പോകുമ്പോൾ ദുബായിലേക്ക് കൂടെ കൊണ്ടുപോവുകയും ചെയ്യും. ഇത് പറഞ്ഞുകൊണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ മുഷിയണ്ട. കൂടുതൽ പറയാനൊന്നുമില്ലെന്ന് പോലെ ആദ്യം ഒന്നുകൂടി നോക്കിക്കൊണ്ട് മഹാദേവൻ തിരിഞ്ഞടന്നു. നീയൊന്ന് നിന്നേ ദേവാ. പിന്നിൽ നിന്നും മാഷിന്റെ പ്രൗഢമായ സ്വരം പിടിച്ചു കിട്ടിയ പോലെ മഹാദേവൻ നിന്നുപോയി. ഇപ്പൊ നിന്റെ മകനെ കുറിച്ചുള്ള അതേ സ്വപ്നങ്ങൾ ഒരിക്കൽ നീ എന്ന മകനെ കുറിച്ചും എനിക്കും എന്റെ ഭാര്യയ്ക്കും ഉണ്ടായിരുന്നു. അറിയില്ലേ നിനക്കത്? വല്ലാത്തൊരു മുഴക്കമുള്ള ചോദ്യം. അറിയില്ലേ? ഉത്തരം വേണമെന്നുള്ള വാശിയുള്ള പോലെ മാഷ് ഒന്നുകൂടെ ആവർത്തിച്ചു. ആ ഉത്തരം പറയുമ്പോൾ മഹാദേവന്റെ മുഖം കുനിഞ്ഞിരുന്നു. നാട്ടിലൊരു ഹോസ്പിറ്റലിൽ ജോലി കയറിയ നിന്നോർത്തിട്ട് ഞാനും എൻ്റെ ഭാര്യ ഒരുപാട് അഭിമാനിച്ചിരുന്നു. പക്ഷേ അധികം ആയുസ്സുണ്ടായിരുന്നില്ല അതിന് നീ അവസരം തന്നില്ലെന്ന് പറയുന്നതും ശരി. കൂടുതൽ പണം നേടാനുള്ള ആർത്തി നിന്നെ ഭരിച്ചു തുടങ്ങിയപ്പോൾ നിനക്ക് വിദേശത്ത് പോകണമായിരുന്നു. നിന്റെ അമ്മ സുഖമില്ലാത്തൊരവസ്ഥയിലായിരുന്നിട്ട് കൂടി നിന്നെ ഞാൻ തടഞ്ഞില്ല. എന്താ അങ്ങനെയല്ലേ? മാഷ് മഹാദേവന് മുമ്പിൽ വന്ന് നിന്നു. ദേവന്റെ മുഖമുയർത്തി നോക്കിയതേ ഇല്ലായിരുന്നു. അസഹിഷ്ണു നിറഞ്ഞ അയാളുടെ മുഖത്തേക്ക് ആദ്യ പുച്ഛത്തോടെ നോക്കി. മറക്കാൻ ശ്രമിക്കുന്ന വേദനിപ്പിക്കുന്ന പഴയ ഓർമ്മകൾ പലതും അവന് ചുറ്റും മൂളി പറന്നു തുടങ്ങി. അച്ഛന്റെ ആ കുനിഞ്ഞുപോയ ശിരസ് കണ്ടപ്പോൾ നീ എന്ന മകനുണ്ടെങ്കിലും ഇല്ലെങ്കിലും എൻ്റെ ഭാര്യയ്ക്ക് ഞാനുണ്ടാവുമായിരുന്നു തുണയായി. പക്ഷേ ദേവകി ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു നീ എന്നൊറ്റ മകൻ്റെ സാമീപ്യം. പറഞ്ഞില്ലെങ്കിൽ കൂടിയും എനിക്കത് അറിയാൻ കഴിഞ്ഞിരുന്നു. അമ്മയുടെ കൂടെ നിൽക്കാനുള്ള ആഗ്രഹം നിനക്കില്ലെങ്കിൽ നീ നിന്റെ വഴിയെ പോട്ടെ എന്നാ ഞാനെന്ന് കരുതിയത്. മാഷി വീണ്ടും മകനെ നോക്കി ചിരിച്ചു. പോയി വർഷങ്ങൾ കഴിഞ്ഞിട്ടും നിനക്ക് ഞങ്ങളെ കാണാൻ തോന്നിയില്ല. ഒറ്റ മകനായ നിന്നെ കാണാൻ ഞാനും എൻ്റെ ഭാര്യ ഒരുപാട് കൊതിയോടെ കാത്തിരുന്നു എന്ന് നീ അറിഞ്ഞതുമില്ല. അത് പറയുമ്പോൾ ആ സ്വരം പതിഞ്ഞു പോകുന്ന ആദ്യം അറിഞ്ഞു. അച്ഛനെ നോക്കി അവന്റെ കണ്ണിൽ ദേഷ്യമാളി. ഒരു കൊല്ലത്തോളം അസുഖം പിടിച്ചു കിടന്നിട്ടും അത് ഞാൻ പലപ്പോഴും നിന്നെ അറിയിച്ചിട്ടും എൻ്റെ ഭാര്യയെ കാണാൻ നീ വന്നില്ല. നീ കാശുണ്ടാക്കുന്ന തിരക്കിലായിരുന്നു. അവസാനം എന്നേക്കുമായിട്ട് അവൾ ഉറങ്ങിപ്പോയ അന്നും നിനക്ക് ലീവ് കിട്ടിയില്ല. അമ്മയെ അവസാനമായിട്ടൊന്ന് വന്ന് കാണാൻ നിനക്ക് ടൈമില്ലായിരുന്നു. ലക്ഷങ്ങൾ അമ്മയ്ക്ക് വേണ്ടി കളയാൻ മാത്രം വിഡ്ഢിയല്ല താനെന്ന് നീ സ്വയം ഊറ്റം കൊണ്ട് കാണും. വന്നില്ല നീ. വരാൻ നിനക്ക് സൗകര്യം ഉണ്ടായിരുന്നില്ല. മാഷിന്റെ ശബ്ദം രൗദ്രഭാവത്തിലേക്ക് നീങ്ങുന്നു. ആദി ചങ്കിടിപ്പോടെ നോക്കി നിന്നു. ദേവൻ അപ്പോഴും നിലത്തേക്ക് നോക്കി നിൽപ്പായിരുന്നു. തണുത്ത് മരവിച്ച എൻ്റെ ദേവകി അന്നു നിന്നെ കാത്തു കിടന്നു. വീട്ടിൽ നിന്ന് നീ വന്നിറങ്ങുമ്പോ
നിന്റെ കൂടെ നിന്റെ ഭാര്യയെന്ന് നീ പറഞ്ഞ് പരിചയപ്പെടുത്തിയ ഒരു പെണ്ണുണ്ടായിരുന്നു. അത് പറയുമ്പോൾ മാധവൻ മാഷിന്റെ ചുണ്ടുകൾ പുച്ഛത്തോടെ കോടിപ്പോയിരുന്നു. ആദ്യം നെഞ്ചു വിങ്ങിയതുപോലെ പിടഞ്ഞുപോയി. മകനൊരു കുടുംബമുണ്ടായി കാണാൻ ഒരുപാട് കൊതിച്ച എൻ്റെ ദേവകി അതൊന്നും അറിയാതെ അന്ന് ശാന്തമായിട്ട് ഉറങ്ങുമ്പോ എനിക്കിനി സ്വന്തം എന്ന് പറയാൻ ആകെയുള്ള മകൻ എന്നിൽ നിന്ന് എത്ര ദൂരെയാണെന്ന് ഞാൻ അന്ന് മനസ്സിലാക്കി. നീ എന്ന മകനിൽ എനിക്കിനി ആഗ്രഹങ്ങളൊന്നും തന്നെ അവശേഷിക്കുന്നില്ലെന്ന് മനസ്സിലായി. അതോടെ ആ വേദന അങ്ങ് പോയി. മാഷിന്റെ ചുണ്ടിൽ വീണ്ടും വേദന നിറഞ്ഞൊരു ചിരിയുണ്ടായിരുന്നു. ആദിക്കാണത് കണ്ടപ്പോൾ ഹൃദയം പിടഞ്ഞത്. ഒറ്റയ്ക്ക് ഈ വലിയ വീട്ടിൽ കഴിയേണ്ടി വന്നപ്പോഴും നിന്റെ സ്വപ്നങ്ങൾക്ക് എതിരെ നിന്നിട്ടില്ല ഞാൻ. നിന്റെ വഴിക്ക് വിട്ട് വഴിമാറി തന്നാ ഞാൻ. ആ ഒരു മര്യാദ അത് നീ നിന്റെ മകനോടും കാണിക്കണം ദേവാ. ആജ്ഞ നിറഞ്ഞ ആ സ്വരം ദേവൻ അറിയാതെ തന്നെ മുഖമുയർത്തി നോക്കി. അച്ഛനന്ന് വൈകുന്നേരം മടങ്ങുമ്പോൾ ഞാൻ കൂടെ വിളിച്ചില്ലേ? വരാഞ്ഞിട്ടല്ലേ? നനഞ്ഞ പടക്കം പോലെ പതിയെ ദേവനത് പറയുമ്പോൾ പിടിച്ചു നിൽക്കാനുള്ള അയാൾ തത്രപ്പാടിനെ ആദ്യ പുച്ഛത്തോടെ നോക്കി. എന്റെ ഭാര്യയുടെ ചിതയാറും മുന്നേ നിനക്കൊപ്പം വന്ന് നിന്റെ പരിഷ്കാരങ്ങൾക്ക് കുട പിടിക്കാൻ പോരാൻ ഞാൻ നിന്റെ അത്ര നന്ദി കെട്ടവനല്ലല്ലോ മോനെ ദേവാ. മരിച്ചാലും മറക്കില്ലെന്ന് മാധവൻ അവൾക്ക് വാക്ക് കൊടുത്താടാ. ഇന്നും അത് പാലിക്കുന്നുണ്ട്. വസ്ത്രം മാറുന്ന ലാഘവത്തോടെ കയ്യിൽ വരുന്ന കാശിനെ മാത്രം ലക്ഷ്യമിട്ടുകൊണ്ട് ബന്ധങ്ങൾ മാറുന്ന നിനക്കത് പറഞ്ഞാലൊട്ടും മനസ്സിലാവുകയില്ല. അങ്ങേയറ്റം പരിഹാസം നിറഞ്ഞ ആ വാക്കുകൾക്ക് മുമ്പിൽ ദേവന്റെ തല താഴ്ന്ന് ആദ്യ തൃപ്തിയോടെ നോക്കി. എന്റെ ദേവകി പോയ അന്ന് മുതൽ ഈ മാധവൻ ഒറ്റക്ക. എന്നിട്ടും നിന്നെ ഞാൻ ബുദ്ധിമുട്ടിക്കാൻ വന്നില്ലല്ലോ. ഞാൻ നിന്റെ കൂടെ വരാത്തതിന്റെ ദേഷ്യത്തില് ഒരു ഫോൺ കോൾ പോലും നീ എന്നെ അന്വേഷിച്ച് നോക്കിയിട്ടുമില്ല. +2 പഠനം കഴിഞ്ഞ് ആദ്യം ഇങ്ങോട്ട് വരും വരെയും നിനക്ക് ഇവിടെ ഇങ്ങനെ അച്ഛനുള്ള കാര്യം ഓർമ്മയുണ്ടായതുമില്ല. നിന്റെ ജീവിതത്തിൽ പല മാറ്റങ്ങൾ ഉണ്ടായിട്ടും അതിനൊന്നും അച്ഛന്റെ ആവശ്യം വന്നിട്ടുമില്ല. കടുപ്പത്തിൽ പറഞ്ഞുകൊണ്ട് മാധവൻ മാഷ് ദേവനെ നോക്കി. +2 പഠനം വരെയും ദുബായ് ഇന്റർനാഷണൽ സ്കൂളിൽ പഠിച്ച ആദി അതിനുശേഷം നാട്ടിൽ മുത്തശ്ശേരിനൊപ്പം നിന്ന് പഠിക്കുമെന്ന് വാശി പിടിച്ചത് എത്രയൊക്കെ തടഞ്ഞിട്ടും മഹാദേവൻ അവന്റെ വാശിക്ക് മുമ്പിൽ തോറ്റ് നടത്തി കൊടുക്കേണ്ടി വന്നു. ഡിഗ്രി മുതൽ ആദ്യം മുത്തശ്ശനും ഒന്നിച്ചായിരുന്നു. അന്നു മുതൽ 2 മാസം കൂടുമ്പോൾ മകനെ കാണാൻ വരാനും 2 ദിവസം കൂടുമ്പോൾ വിളിച്ച് വിശേഷം തിരക്കാനും മഹാദേവൻ എന്ന മകനേക്കാൾ മഹാദേവൻ എന്ന അച്ഛന് സമയമുണ്ടായിരുന്നു. മാഷിന്റെയും കൊച്ചുമകന്റെയും കൂട്ടുകെട്ട് മഹാദേവനെയാണ് കൂടുതൽ അസ്വസ്ഥപ്പെടുത്തിയത്. മുൻകൂട്ടി പ്ലാൻ ചെയ്ത പോലെ ഡിഗ്രി ലാസ്റ്റ് ഇയർ കഴിഞ്ഞോടെ മഹാദേവൻ അവനെ ലണ്ടനിൽ MBA പഠിക്കാൻ നിർബന്ധിച്ച് പറഞ്ഞു വിട്ടു. ഫോട്ടോഗ്രാഫിൽ അവനുള്ള താല്പര്യം മനസ്സിലാക്കിയ മാഷിനെ മകന്റെ ഭാവി നശിപ്പിക്കുന്ന ഒരു വിലക്കോടെ മഹാദേവൻ നിശബ്ദനായി. ഈ പ്രായത്തിനിടയ്ക്ക് അവൻ അനുഭവിച്ച മുഴുവൻ അവൻ പറഞ്ഞിട്ട് നന്നായിട്ട് അറിയാവുന്ന മാഷ് താൻ കാരണം അവനൊരു നല്ല ഭാവി നഷ്ടം വരരുതെന്ന് കരുതി കൂടുതലൊന്നും പറഞ്ഞുമില്ല. കുറച്ചു ദിവസം ആദ്യം എൻ്റെ കൂടെ നിൽക്കട്ടെ ദേവാ. നീ നിന്റെ ചെറുപ്പത്തിൽ ആസ്വദിച്ച ഈ നാടിൻ്റെ നന്മ നിന്റെ മകനും കൂടി ഒന്ന് അനുഭവിക്കട്ടെ. അത് കഴിഞ്ഞ് മതി നിന്റെ പരിഷ്കാര നിയമങ്ങൾ അവൻ്റെ മേൽ അടിച്ചേൽപ്പിക്കുന്നത്. നീ പോയിട്ട് നിനക്ക് ചെയ്യാനുള്ള ചെയ്യ്. അവസാന വാക്കുന്നവണം മാധവൻ അത് പറയുമ്പോൾ മഹാദേവന്റെ മുഖം കടുത്തു. ആദ്യ പക്ഷേ നേർത്തൊരു ചിരിയോടെ തല ഉയർത്തി പിടിച്ചു നിന്നു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.